നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് ഫൈനലിന് മുമ്പ് പരേഡസിന് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തത വരുന്നുണ്ട്. അർജന്റീൻ മാധ്യമം ഡിയാരിയോ ഒലെ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് താരത്തിൻ്റെ വാരിയെല്ലിന് പൊട്ടലുണ്ട്. അതും സഹിച്ചുകൊണ്ടാണ് അദ്ദേഹം അർജന്റീനയുടെ ഫൈനലടക്കമുള്ള ചില മത്സരങ്ങൾ കളിച്ചത് എന്നാണ് റിപ്പോർട്ട്. ശ്വാസമെടുക്കാൻ പോലും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അർജന്റീനയിൽ നിന്ന് വരുന്ന വാർത്തകളിൽ പറയുന്നത്. തീർച്ചയായിട്ടും പരേഡസ് പരിക്ക് കാരണമാണ് അവർക്ക് വേണ്ടി തുടക്കത്തിലൊന്നും കളിക്കാതിരുന്നത്, സ്റ്റാർട്ട് ചെയ്യാതൊക്കെ ഇരുന്നത്. പക്ഷെ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരങ്ങൾ വന്നപ്പോൾ കോച്ച് സ്കലോനി പരേഡസിനെ സ്റ്റാർട്ട് ചെയ്യിച്ചു. അത് ടീമിന് വലിയ രൂപത്തിൽ ഗുണം ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ ഫൈനൽ മത്സരം വരുമ്പോൾ പരിക്ക് പ്രശ്നമായി അദ്ദേഹത്തെ ബെഞ്ചിലിരുത്തേണ്ടി വന്നു. പിന്നെ അത്യന്താപേക്ഷിതമായൊരവസ്ഥയിൽ വന്നപ്പോൾ അദ്ദേഹത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ രണ്ടാം പകുതി ഇറക്കേണ്ടിയും വന്നു. എന്നാൽ അദ്ദേഹത്തിന് പരിക്കുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ TNT സ്പോർട്സ് ഡിയാരിയോ ഒലയുടെ റിപ്പോർട്ടിൽ ഇങ്ങനെയാണ്: ക്യാപ്റ്റൻ്റെ വാരിയലിന് ചെറിയ വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. ബൊക്ക ജൂനിയേഴ്സിൻ്റെ ക്യാപ്റ്റൻ്റെ വാരിയലിന് ചെറിയ വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. സാധാരണ രീതിയിൽ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ വേദനയും സഹിച്ചാണ് അദ്ദേഹം ദേശീയ ടീമിനായുള്ള അവസാന മത്സരങ്ങളിൽ കളിച്ചത് എന്ന് അവർ പറയുന്നു. അങ്ങനെയെങ്കിൽ അത് ഒരു വല്ലാത്ത അവസ്ഥയാണ്. ഇനി അവരുടെ അടുത്ത കളി, അതായത് അടുത്ത മത്സരം എന്ന് പറയുമ്പോൾ 24-ാം തീയതി വെള്ളിയാഴ്ച ബൊക്ക ജൂനിയേഴ്സിന് കളിയുണ്ട്. കോൺമെബോൾ സുഡാമേരിക്കാനയുടെ നോക്കൗട്ട് റൗണ്ട് പ്ലേ ഓഫാണ്. അതിൽ ആദ്യ റൗണ്ടിൽ ആദ്യ ലെഗിൽ അവർക്ക് ഓയിഗിൻസിനെതിരെ കളിക്കാനുണ്ട്. അപ്പോഴേക്കും പരേഡസ് ഫിറ്റ് ആവാനുള്ള സാധ്യതയില്ല. സംഗതി ഇങ്ങനെയൊക്കെ ആണെങ്കിലും കളി കഴിഞ്ഞിട്ട് യാതൊരു കുറവും അടിയുടെ കാര്യത്തിൽ പരേഡസ് വരുത്തിയിട്ടില്ല. പരേഡസ് അവിടെ ഗാവിയൊക്കെ എടുത്തിട്ട് നിലത്തിട്ട് ഞാൻ അടിച്ച് WWE സ്റ്റൈലിൽ അടിച്ചിരുന്നൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ ഈ വാരിയലിന് പൊട്ടലുള്ള ഒരാളാണ് ഇത് ചെയ്തത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.